അപ്പം എവിടുന്നാണ് ഈ പടക്കം പൊട്ടുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. എല്ലായിടത്തു നിന്നും പടക്കം പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ചരിത്രം അല്ലെങ്കിൽ ഐതിഹ്യം എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ മുതിർന്ന ആളുകളോട് തന്നെ ചോദിക്കാം. അപ്പം എന്താണ് ശരിക്കും ഇതിന്റെ ഒരു ചരിത്രം, എന്താണ് ഐതിഹ്യം, എന്താണ്? കാരണം നമ്മൾ ഇതുവരെ കണ്ട് കേട്ട് പരിചയമില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു ആചാരമാണല്ലോ. ഇതിപ്പോൾ വാർഷികമായിട്ട് വിഷു ദിവസങ്ങളിൽ ഇവിടെ ആചരിച്ച് പോരുന്നതാണ്. ഇവിടെ മാത്രമല്ല, ഈ ശാലീയ സമുദായത്തിൻ്റെ തെരുവുകളിൽ പല ദിക്കിലും ഈ രീതിയിലെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉള്ള രീതിയിലായിട്ട് ആചരിച്ച് വരുന്നൊരു ചടങ്ങാണ്. അതായത് ശിവപാർവതി സങ്കല്പത്തിലാണ് ഈ രണ്ടുപേരും കണ്ടാൽ രണ്ടും പുരുഷ വേഷമായിട്ട് തോന്നുക. പക്ഷേ അതിൽ ഒന്ന് ശിവനും ഒന്ന് പാർവതിയും എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ഇവരെ കാണുന്നത്. ആ നിലയ്ക്കാണ് ഇതിൻ്റെ കെട്ടിയുടുപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വാഴയിലേൻ്റെ ഇത് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. അപ്പോൾ ഈ ശിവനും പാർവതിയും ഈ തെരുവ് എന്നുള്ള നിലയ്ക്ക് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിയിലുള്ള വീടുകളിലൊക്കെ കയറിയാണ് ആ വീടുകളിലെ ക്ഷേമ ഐശ്വര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവർക്ക് നാളികേരം, വെള്ളരി ഇതൊക്കെ സമർപ്പിക്കും. അപ്പോൾ അത് സ്വീകരിച്ച് ഇവരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ തെരു മുഴുവൻ ഈ കാർഷിക സമ്പ്രദായത്തിലുള്ള ജീവിത രീതിയുള്ള കാലഘട്ടം മുതൽക്കേ തുടങ്ങിയ ഒരു ആചരണമാണിത്. ഇന്നിപ്പം കാർഷിക വൃത്തിയിൽ നിന്നൊക്കെ ആളുകൾ മാറിപ്പോയെങ്കിലും ഈ ആചരണം വളരെ ഭംഗിയായിട്ട് തുടരുന്നുണ്ട്. സങ്കല്പം ഇതാണ്: തെരു പരിധിയിലുള്ള എല്ലാ വീടുകൾക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു സംരക്ഷണം എന്നുള്ള നിലയ്ക്ക് ഇവർ ഒരു ചുവരിലായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ ആ സംരക്ഷണത്തിനെ മറികടന്നുകൊണ്ട് ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ അവർക്ക് അടി കിട്ടും. അങ്ങനെ അടി കിട്ടുന്നത് നന്നല്ല എന്നാണ്. അതായത് സാന്ദർഭികമായിട്ടാണ് അങ്ങനെ അടി കിട്ടുന്നതെങ്കിൽ ദോഷമില്ല. അല്ലാതെ ഒരു തടസ്സപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് ആ അടി വാങ്ങുന്നത് ദോഷകരമായിട്ടും കണക്കാക്കി പോകുന്നുണ്ട്. ഇതാണ് സങ്കല്പം. അപ്പോൾ പിന്നെ ഈ സന്ദർഭത്തിൽ ഒരു ശബ്ദമുഖരിതമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പടക്കം പൊട്ടിക്കലും ശബ്ദവും വെളിച്ചവും ബാക്കിയുള്ള മാനസിക അവസ്ഥയും എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്വീകരണ പരിപാടി എന്നുള്ള നിലയ്ക്ക്, ദേവതാ സ്വീകരണം എന്നുള്ള നിലയ്ക്ക് ഈ ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ദേവതയുടെ വക ഐശ്വര്യ വിതരണം എന്നുള്ള പരിപാടി കൂടി നടക്കുന്നു. എന്തായാലും അപ്പം ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുന്നത് ഷബീറാണ്. അപ്പം ക്യാമറമാൻ ഷബീറിനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.